എല്ലാ മാന്യ പ്രേക്ഷകർക്കും മലയാളം സ്റ്റോറിയിലേക്ക് സ്വാഗതം. കണ്ണുകളൊന്ന് പതുക്കെ അടയ്ക്കുക. സങ്കൽപ്പിക്കുക, നിങ്ങൾ നിൽക്കുന്നത് ഇന്നോ ഇന്നലെയോ അല്ല, മറിച്ച് 40,000 വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു തണുത്തുറഞ്ഞ ഭൂപ്രദേശത്താണ്. നിങ്ങളുടെ ചുറ്റും ആകാശമുട്ടെ വളർന്നു നിൽക്കുന്ന പൈൻ മരങ്ങൾ, അവയുടെ ഇലകളിൽ വീണുറഞ്ഞ മഞ്ഞുകണങ്ങൾക്കിടയിലൂടെ അരിച്ചെത്തുന്ന വിളറിയ സൂര്യപ്രകാശം. പെട്ടെന്ന് നിങ്ങളുടെ കാതുകളിലൊരു ശബ്ദം മുഴങ്ങുന്നു. ഉണങ്ങിയ ഇലകൾ ഞെരിഞ്ഞമരുന്ന ശബ്ദം. അതൊരു മൃഗമല്ല, കാറ്റിന്റെ ഇരമ്പലുമല്ല. നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ മരങ്ങൾക്കിടയിലൂടെ ഒരു രൂപം നടന്നു നീങ്ങുന്നത് കാണാം. 2 കാലിൽ നടക്കുന്ന, തോൽ വസ്ത്രങ്ങൾ ധരിച്ച, കയ്യിൽ മൂർച്ചയേറിയ കുന്തം പിടിച്ച ഒരു രൂപം. ഒരു മനുഷ്യനെന്ന് ഒറ്റനോട്ടത്തിൽ തോന്നുമെങ്കിലും അത് നമ്മളല്ല. ആ മുഖത്തെ അസ്ഥികൾക്ക് കട്ടി കൂടുതലായിരുന്നു. ആ കണ്ണുകളിൽ അപരിചിതമായ ഏതോ ഒരു വന്യതയുണ്ടായിരുന്നു. അതെ, ഭൂമിയിൽ നമ്മൾ ഹോമോ സാപ്പിയൻസുകൾ ഒറ്റയ്ക്കായിരുന്നില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷമാണത്. ചരിത്രത്തിൽ ഒരു കാലത്ത് ഈ ഭൂമിയുടെ അവകാശികളായി മറ്റൊരു മനുഷ്യവർഗം കൂടി ജീവിച്ചിരുന്നു. നിയാണ്ടർതാലുകൾ. നമ്മളെക്കാൾ കരുത്തർ, നമ്മളെക്കാൾ പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ചവർ. എന്നാൽ ഇന്ന് അവരെവിടെ പോയി? അവർക്കെന്ത് സംഭവിച്ചു? അത് കേവലം ഒരു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കഥയായിരുന്നില്ല, മറിച്ച് ഭൂമി കണ്ടതിൽ വെച്ച് ഏറ്റവും നിശബ്ദവും എന്നാൽ ഏറ്റവും ക്രൂരവുമായ ഒരു വംശീയ യുദ്ധത്തിന്റെ കഥയായിരുന്നു. ഹോമോ സാപ്പിയൻസും നിയാണ്ടർതാലുകളും മുഖാമുഖം വന്നപ്പോൾ സംഭവിച്ചതെന്ത് എന്ന ആ രക്തരൂക്ഷിതമായ ചരിത്രത്തിന്റെ താളുകളിലേക്കാണ് നമ്മൾ ഇന്ന് നടന്നിറങ്ങുന്നത്. മഞ്ഞുമൂടിയ യൂറോപ്പിന്റെ താഴ്വരകളിൽ ശീതക്കാറ്റൊരു മരണഗാനം പോലെ വീശിയടിക്കുന്ന കാലം. അവിടത്തെ ഒരു വലിയ ഗുഹയുടെ ഉള്ളിൽ ഇരുട്ടിനെ വകഞ്ഞുമാറ്റി ഒരു ചെറിയ തീജ്വാല നൃത്തം വയ്ക്കുന്നുണ്ടായിരുന്നു. ആ തീയുടെ വെളിച്ചത്തിൽ അവരുടെ മുഖങ്ങൾ തിളങ്ങി. നിയാണ്ടർതാലുകൾ. അവരേകദേശം 10-15 പേരുള്ള ഒരു ചെറിയ കൂട്ടമായിരുന്നു. അവരുടെ തലവൻ, നമുക്കവനെ കേൽ എന്ന് വിളിക്കാം. കേലിന്റെ ശരീരം ഒരു വെങ്കല പ്രതിമ പോലെ ദൃഢമായിരുന്നു. വീതിയേറിയ നെഞ്ചും ഉരുണ്ട തോളുകളും തണുപ്പിലെ പ്രതിരോധിക്കാൻ പാകത്തിൽ വളർന്ന വലിയ മൂക്കും അവനുണ്ടായിരുന്നു. അവന്റെ കൈകളിലെ ഓരോ ഞരമ്പുകളിലും ആയിരക്കണക്കിന് വർഷങ്ങളായി ആ കൊടും തണുപ്പിനോട് പൊരുതി ജീവിച്ച ഒരു പൂർവിക പരമ്പരയുടെ കരുത്ത് തുടിച്ചിരുന്നു. ഗുഹയ്ക്ക് പുറത്ത് താപനില മരവിപ്പിക്കുന്ന അവസ്ഥയിലായിരുന്നു. ഓരോ ശ്വാസവും പുറത്തേക്ക് വരുമ്പോൾ വെളുത്ത പുകയായി മാറുന്നത്ര കൊടും തണുപ്പ്. എന്നാൽ ആ ഗുഹയ്ക്കുള്ളിൽ അവർ സുരക്ഷിതരായിരുന്നു. കേൽ തന്റെ അരികിലിരിക്കുന്ന ചെറിയ കുട്ടിയുടെ തലയിൽ വാത്സല്യത്തോടെ തലോടി. അവർക്ക് സംസാരിക്കാൻ നമ്മുടേതുപോലെ സങ്കീർണമായ ഭാഷയുണ്ടായിരുന്നില്ല. എന്നാൽ അവരുടെ മൂളലുകളിലും കണ്ണുകളിലെ ഭാവങ്ങളിലും കൈകളുടെ ചലനങ്ങളിലുമായി 1000 വാക്കുകളുടെ അർത്ഥമുണ്ടായിരുന്നു. അവർ പരസ്പരം സ്നേഹിച്ചിരുന്നു, മുറിവേറ്റവരെ ശുശ്രൂഷിച്ചിരുന്നു, മരിച്ചവരെ പൂക്കൾ വെച്ചടക്കം ചെയ്തിരുന്നു. അവർ മൃഗങ്ങളായിരുന്നില്ല, തികച്ചും വികാരങ്ങളുള്ള മനുഷ്യർ തന്നെയായിരുന്നു. എന്നാൽ ആ രാത്രിയിൽ തീയുടെ വെളിച്ചത്തിലേക്ക് നോക്കിയിരിക്കുമ്പോൾ കേലിന്റെ ഉള്ളിൽ എന്തോ ഒരു അസ്വസ്ഥത പുകയുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി കാടിന്റെ സ്വഭാവം മാറിയിരിക്കുന്നു. മൃഗങ്ങൾ പതിവിലും വേഗത്തിൽ എങ്ങോട്ടോ പലായനം ചെയ്യുന്നു. കാട്ടിന് ചോരയുടെയും അപരിചിതമായ ഏതോ ഒരു ഗന്ധത്തിന്റെയും മണമുണ്ട്. തന്റെ പൂർവികർ ഇതുവരെ പഠിപ്പിക്കാത്ത ഏതോ ഒരു പുതിയ ശത്രു ആ കാട്ടിലേക്ക് കടന്നു വന്നിരിക്കുന്നുവെന്ന് അവന്റെ സഹജാവബോധം അവനോട് മന്ത്രിച്ചു. അതേസമയം ആ ഗുഹയിൽ നിന്നും വളരെ അകലെയല്ലാതെ മറ്റൊരു മലഞ്ചെരിവിൽ മറ്റൊരു തീജ്വാല ഉയർന്നു കത്തുന്നുണ്ടായിരുന്നു. ആ തീക്ക് ചുറ്റുമിരുന്നിരുന്നവർ കേലിന്റെ കൂട്ടരെ പോലെ ആയിരുന്നില്ല. അവരുടെ ശരീരങ്ങൾ മെലിഞ്ഞതും ഉയരം കൂടിയതുമായിരുന്നു. അവരുടെ തലയോട്ടികൾ ഉരുണ്ടതും നെറ്റിത്തടങ്ങൾ നിവർന്നതുമായിരുന്നു. അവരായിരുന്നു ഹോമോ സാപ്പിയൻസ്, നമ്മുടെ നേരിട്ടുള്ള പൂർവികർ. ആഫ്രിക്കയുടെ ചൂടുള്ള പടിഞ്ഞാറൻ സമതലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് നാഴികകൾ താണ്ടി തലമുറകൾ നീണ്ട യാത്രയ്ക്കൊടുവിൽ അവർ ആ തണുത്തുറഞ്ഞ യൂറോപ്യൻ മണ്ണിലെത്തിയതേയുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ ഒരു മികച്ച വേട്ടക്കാരനായിരുന്നു ഏരൻ. ഏരന്റെ കണ്ണുകളിൽ എപ്പോഴും ഒരു അന്വേഷണ ത്വരയുണ്ടായിരുന്നു. അവർക്ക് കേലിന്റെ കൂട്ടരെപ്പോലെ അതികഠിനമായ തണുപ്പിനെ നേരിടാനുള്ള ശാരീരിക കരുത്തില്ലായിരുന്നു. എന്നാൽ അവരുടെ കരുത്ത് അവരുടെ തലച്ചോറിലായിരുന്നു. തീയെ എങ്ങനെ നിയന്ത്രിക്കണമെന്നും മൃഗങ്ങളുടെ തോൽ ഉപയോഗിച്ച് എങ്ങനെ ശരീരം മുഴുവൻ മൂടുന്ന വസ്ത്രങ്ങൾ തുന്നാമെന്നും ദൂരേക്കെറിയാൻ കഴിയുന്ന കുന്തങ്ങൾ എങ്ങനെ നിർമ്മിക്കാമെന്നും അവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. മാത്രമല്ല, അവർ ആശയവിനിമയം നടത്തിയിരുന്നത് സങ്കീർണമായ ശബ്ദങ്ങളിലൂടെയും വാക്കുകളിലൂടെയുമായിരുന്നു. പരസ്പരം വിവരങ്ങൾ കൈമാറാനും തന്ത്രങ്ങൾ മെനയാനും അവർക്ക് കഴിഞ്ഞിരുന്നു. ആ രാത്രിയിൽ ഏരൻ തന്റെ കൂട്ടുകാരോട് നാളത്തെ വേട്ടയെക്കുറിച്ച് വിശദീകരിക്കുകയായിരുന്നു. അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു. യാത്ര അവരുടെ ഊർജം ചോർത്തിയിരുന്നു. നാളെ വലിയൊരു മൃഗത്തെ വേട്ടയാടിയേ തീരൂ. അവർക്കറിയില്ലായിരുന്നു
ആ ഇരുണ്ട കാടിന്റെ മറുവശത്ത് അവരേക്കാൾ കരുത്തരായ മറ്റൊരു കൂട്ടം മനുഷ്യർ അവരെയും കാത്തിരിക്കുന്നുവെന്ന്. പിറ്റേന്ന് പ്രഭാതം. കാട് മുഴുവൻ കനത്ത മൂടൽമഞ്ഞ് നിറഞ്ഞു നിൽക്കുകയായിരുന്നു. സൂര്യൻ ഒരു വിളറിയ വെള്ളപ്പൊട്ടുപോലെ ആകാശത്ത് നിന്നു. മരച്ചില്ലകളിൽ നിന്നും മഞ്ഞുകണങ്ങൾ താഴേക്കിട്ടു വീഴുന്ന ശബ്ദം മാത്രമേ ആ നിശബ്ദതയെ ഭേദിച്ചിരുന്നുള്ളൂ. കേൽ തന്റെ വേട്ടയാടാനുള്ള കുന്തവുമായി പുറത്തിറങ്ങി. മരത്തിന്റെ കട്ടിയുള്ള കൊമ്പിൽ കരിങ്കല്ല് ചെത്തിമിനുക്കി കെട്ടിയുണ്ടാക്കിയ അതിഭാരമുള്ള ഒരു കുന്തമായിരുന്നു അത്. അതെറിഞ്ഞ് വേട്ടയാടാൻ കഴിയില്ല. മറിച്ച് മൃഗങ്ങളുടെ തൊട്ടടുത്ത് പതുങ്ങിച്ചെന്ന് ഒറ്റക്കുത്തിന് താഴെയിടാനാണ് അവരത് ഉപയോഗിച്ചിരുന്നത്. കേലിനൊപ്പം അവന്റെ കൂട്ടത്തിലെ മറ്റു രണ്ടുപേരുമുണ്ടായിരുന്നു. അവരുടെ ലക്ഷ്യം ഒരു വലിയ മാൻകൂട്ടമായിരുന്നു. മഞ്ഞിന്റെ മുകളിലൂടെ ഒരു ശബ്ദവുമില്ലാതെ അവർ നടന്നു നീങ്ങി. ഓരോ ചുവറുവെപ്പിലും ഭൂമിയുടെ സ്പന്ദനം അവർ അറിഞ്ഞിരുന്നു. പെട്ടെന്ന് കാറ്റിന്റെ ഗതി മാറി. കേലിന്റെ നാസാദ്വാരങ്ങൾ വികസിച്ചു. മാനിന്റെ മണം അവൻ തിരിച്ചറിഞ്ഞു. അവർ ഒരു വലിയ പാറയുടെ മറവിലേക്ക് പതുങ്ങി. അവിടെ കുറച്ചകലെയായി മൂടൽമഞ്ഞിൽ അഭ്യക്തമായി ഒരു വലിയ മാൻ നിൽക്കുന്നത് അവൻ കണ്ടു. കേൽ തന്റെ കൂട്ടുകാർക്ക് ആംഗ്യങ്ങളിലൂടെ നിർദ്ദേശം നൽകി. അവർ മാനിനെ വളയാൻ തുടങ്ങി. കേൽ മാനിന്റെ തൊട്ടുപിന്നിലായി എത്തി. തന്റെ സർവ്വശക്തിയുമെടുത്ത് അവൻ കുന്തമുയർത്തി മാനിൽ മേൽ ചാടി വീഴാൻ തയ്യാറെടുത്തു. എന്നാൽ ആ നിമിഷം പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം നടന്നു. കാറ്റിനെ കീറിമുറിച്ചുകൊണ്ട് എവിടെ നിന്നോ ഒരു നേർത്ത ശബ്ദം കേട്ടു. ഷ്! ഒരു നിമിഷം കഴിഞ്ഞതും ആ മാനിന്റെ കഴുത്തിൽ ഒരു ചെറിയ കുന്തം തറഞ്ഞുകയറി. മാൻ വേദന കൊണ്ട് പുളഞ്ഞു താഴെ വീണു. കേൽ സ്തംഭിച്ചുപോയി. അതെറിഞ്ഞതല്ല ആ കുന്തം. തന്റെ കൂട്ടുകാരും അവിടെ എത്തിയിട്ടില്ല. പിന്നെ ആരാണത് ചെയ്തത്? കേൽ ചുറ്റും നോക്കി. മൂടൽമഞ്ഞ് പതുക്കെ വിലകി തുടങ്ങിയിരുന്നു. അപ്പോൾ അവനത് കണ്ടു. മരങ്ങൾക്കിടയിൽ നിന്നും ഒരു രൂപം പുറത്തേക്ക് വരുന്നു. ഏരൻ. ചരിത്രത്തിലെ ഏറ്റവും വലിയ കണ്ടുമുട്ടലുകളിലൊന്നായിരുന്നു അത്. രണ്ട് വ്യത്യസ്ത മനുഷ്യവർഗങ്ങൾ പരസ്പരം മുഖാമുഖം നിൽക്കുന്നു. കേലിന്റെ കണ്ണുകൾ വിസ്മയവും ഭയവും കൊണ്ടു വിടർന്നു. തന്റെ മുന്നിൽ നിൽക്കുന്ന ജീവി തന്നെപ്പോലെ തന്നെ രണ്ട് കാലിൽ നിൽക്കുന്ന ഒന്നാണ്. എന്നാൽ അതിന്റെ രൂപം തീർത്തും വ്യത്യസ്തമാണ്. മെലിഞ്ഞ ശരീരം, വസ്ത്രങ്ങൾ, കയ്യിലെ വിചിത്രമായ ആയുധം. ഏരന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. തന്റെ മുന്നിൽ നിൽക്കുന്ന ആ ഭീമാകാരനായ മനുഷ്യനെ കണ്ട് അവന്റെ നെഞ്ചിടിപ്പ് വേഗത്തിലായി. ആ ഭീമമായ മാംസങ്ങളും വന്യമായ നോട്ടവും ഏരനിൽ ഭയം ജനിപ്പിച്ചു. അവർ ഒരക്ഷരം മിണ്ടിയില്ല. നിശബ്ദത ആ കാടിനെ കൂടുതൽ ഭയാനകമാക്കി. പെട്ടെന്ന് കേലിന്റെ കൂട്ടുകാർ അവിടേക്ക് ഓടിയെത്തി. ഏരൻ ഒട്ടും സമയം കളഞ്ഞില്ല. അവൻ തന്റെ കയ്യിലിരുന്ന മറ്റൊരു കുന്തം അവർക്ക് നേരെ ചൂണ്ടി പതിയെ പിറകോട്ട് നടന്നു. കേലിന്റെ കൂട്ടുകാർ അവനെ ആക്രമിക്കാൻ തയ്യാറെടുത്തെങ്കിലും കേൽ അവരെ തടഞ്ഞു. ഈ പുതിയ ജീവി എന്താണെന്ന് അവന് മനസ്സിലായിരുന്നില്ല. അത് അപകടകാരിയാണോ അതോ വെറുമൊരു ഇരയാണോ എന്നവൻ അറിഞ്ഞില്ല. ഏരൻ പെട്ടെന്ന് തിരിഞ്ഞോടി കാടിനുള്ളിൽ മറഞ്ഞു. കേൽ ആ മാനിന്റെ അരികിലേക്ക് ചെന്നു. അതിന്റെ കഴുത്തിൽ തറച്ചിരിക്കുന്ന ആയുധം അവൻ വലിച്ചൂരി. മരക്കമ്പിൽ ഘടിപ്പിച്ച വളരെ നേർത്തതും എന്നാൽ മൂർച്ചയേറിയതുമായ ഒരു അസ്ഥിത്തുണ്ടായിരുന്നു അത്. അത്രയും ദൂരെ നിന്നും ഇത്രയും കൃത്യതയോടെ ഒരു മൃഗത്തെ വീഴ്ത്താൻ കഴിയുന്ന ഒരു ആയുധം കേൽ ജീവിതത്തിൽ ആദ്യമായി കാണുകയായിരുന്നു. അവന്റെ ഉള്ളിലൊരു അജ്ഞാത ഭയം ഉടലെടുത്തു. ഈ പുതിയ മനുഷ്യർ തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാകുമെന്ന് അവന്റെ മനസ്സവനോട് വിളിച്ചു പറഞ്ഞു. ഏരൻ തന്റെ ക്യാമ്പിലേക്ക് ഓടിച്ചെന്നു. കിതപ്പുകൊണ്ട് അവന് സംസാരിക്കാൻ കഴിയുന്നില്ലായിരുന്നു. അവൻ കണ്ട കാഴ്ചകൾ മറ്റ് സാപ്പിയൻസുകളോട് അവൻ വിശദീകരിച്ചു. കാട്ടിലെ ഭീമന്മാർ, കട്ടിയുള്ള കല്ലുപോലെ ഉറച്ച ശരീരമുള്ളവർ. ഇത് കേട്ട് സാപ്പിയൻസുകളുടെ കൂട്ടത്തിൽ ഒരു പരിഭ്രാന്തി പടർന്നു. അവർ പുതിയൊരു നാട്ടിലെത്തിയിരിക്കുകയാണ്. ഇവിടെ അതിജീവിക്കുക തന്നെ കഠിനമാണ്. അതിനിടയിലാണ് ഈ പുതിയ ഭീഷണി. എന്നാൽ അവരുടെ തലവൻ, പ്രായമായെങ്കിലും ബുദ്ധിമാനായ ഒരാൾ അവരോട് ശാന്തരാകാൻ ആവശ്യപ്പെട്ടു. ആ ഭീമന്മാരെ വെറുതെ വിട്ടാൽ മതി, നമ്മൾ നമ്മുടെ വഴിക്ക് പോകാം എന്നയാൾ പറഞ്ഞു. എന്നാൽ പ്രകൃതിയുടെ നിയമം മറ്റൊന്നായിരുന്നു. പരിമിതമായ വിഭവങ്ങളുള്ള ആ മഞ്ഞുമൂടിയ ലോകത്ത് രണ്ട് പ്രബലരായ വേട്ടക്കാർക്ക് ഒരേ സമയം അതിജീവിക്കാൻ അസാധ്യമായിരുന്നു. ആ കാട്ടിലെ മൃഗങ്ങളുടെ എണ്ണം കുറഞ്ഞു വരികയായിരുന്നു. മഞ്ഞുകാലം കടുത്തതോടെ ഭക്ഷണത്തിനായുള്ള പോരാട്ടം രൂക്ഷമായി. കേലിന്റെ കൂട്ടർക്ക് ദിവസങ്ങളോളം പട്ടിണി കിടക്കേണ്ടി വന്നു. അവർക്ക് വേട്ടയാടാൻ കഴിയുന്നതിനേക്കാൾ വേഗത്തിൽ സാപ്പിയൻസുകൾ മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. സാപ്പിയൻസുകൾ കൂട്ടമായാണ് വേട്ടയാടിയിരുന്നത്. അവർ പുതിയ തന്ത്രങ്ങൾ ഉപയോഗിച്ചു. അവർ മൃഗങ്ങളെ കെണിയൊരുക്കി പിടിച്ചു. ദൂരെ നിന്നും അമ്പുകൾ എയ്തു വീഴ്ത്തി. കേലിന്റെ കൂട്ടർക്ക് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല. അവർ തങ്ങളുടെ പരമ്പരാഗത രീതികളിൽ തന്നെ ഉറച്ചുനിന്നു. തങ്ങളുടെ കാട്ടിലെ വിഭവങ്ങൾ അപ്രത്യക്ഷമാകുന്നതിന് കാരണം ആ പുതിയ മനുഷ്യരാണെന്ന് കേൽ മനസ്സിലാക്കി. അവന്റെ ഉള്ളിൽ ദേഷ്യം തിളച്ചുമറിഞ്ഞു. തങ്ങളുടെ അതിജീവനത്തിനായി ആ പുതിയവരെ ഇല്ലാതാക്കിയേ തീരൂ എന്നവൻ തീരുമാനിച്ചു. ഒരു ദിവസം അങ്ങേയറ്റം വിശന്നു വലഞ്ഞ കേലും സംഘവും കാട്ടിലൂടെ നടക്കുമ്പോൾ കാറ്റിന്റെ ഗതിയിലൂടെ അവർക്കൊരു ഗന്ധം ലഭിച്ചു. വേവിച്ച മാംസത്തിന്റെ മണം. ആ മണം അവരെ സാപ്പിയൻസുകളുടെ ക്യാമ്പിനടുത്തേക്ക് നയിച്ചു. ഒരു വലിയ മരത്തിന്റെ മറവിൽ പതുങ്ങി നിന്നുകൊണ്ട് കേൽ ആ കാഴ്ച കണ്ടു.
സാപ്പിയൻസുകൾ തീക്ക് ചുറ്റുമിരുന്ന് മാംസം ചുട്ടു തിന്നുകയാണ്. അവരുടെ ഇടയിൽ താൻ അന്ന് കണ്ട ഏരനുമുണ്ട്. കേലിന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീയാളിക്കത്തി. തന്റെ കൂട്ടർ ഗുഹയിൽ പട്ടിണി കിടക്കുമ്പോൾ ഇവർ തങ്ങളുടെ മൃഗങ്ങളെ കൊന്നു തിന്നുകയാണ്. കേൽ തന്റെ കുന്തം മുറുകെ പിടിച്ചു. അവൻ കൂട്ടുകാർക്ക് അടയാളം നൽകി. യാതൊരു മുന്നറിയിപ്പുമില്ലാതെ വന്യമായൊരു അലർച്ചയോടെ നിയാൻഡർതാലുകൾ സാപ്പിയൻസുകളുടെ ക്യാമ്പിലേക്ക് ഇരച്ചുകയറി. ആ ആക്രമണം അപ്രതീക്ഷിതമായിരുന്നു. സാപ്പിയൻസുകൾ ഭയന്നു വിറച്ചു. കേൽ തന്റെ മുന്നിൽ വന്ന ഒരു സാപ്പിയൻസിന്റെ നെഞ്ചിലേക്ക് തന്റെ വലിയ കുന്തം ആഞ്ഞുകുത്തി. ആ മനുഷ്യൻ ഒരു നിലവിളിയോടെ താഴെ വീണ് പിടഞ്ഞു. നിയാൻഡർതാലുകളുടെ ശാരീരിക കരുത്തിനു മുന്നിൽ സാപ്പിയൻസുകൾക്ക് പിടിച്ചു നിൽക്കാനായില്ല. അവർക്ക് നേരെ വന്ന സാപ്പിയൻസുകളെ നിയാൻഡർതാലുകൾ അനായാസം വലിച്ചെറിഞ്ഞു. അവരുടെ അടിയേറ്റ് സാപ്പിയൻസുകളുടെ അസ്ഥികൾ നുറുങ്ങി. രക്തം മഞ്ഞിൽ തളം കെട്ടി നിന്നു. ഏരൻ തന്റെ കുന്തമെടുത്ത് കേലിനു നേരെ കുതിച്ചു. എന്നാൽ കേൽ ആ കുന്തം തട്ടിത്തെറിപ്പിക്കുകയും ഏരനെ പിടിച്ച് താഴെയിട്ട് അവന്റെ കഴുത്തിനു നേരെ കുന്തമോങ്ങുകയും ചെയ്തു. ആ നിമിഷം ഏരന്റെ കണ്ണുകളിലെ ഭയം കേൽ കണ്ടു. അത് വെറുമൊരു മൃഗത്തിന്റെ ഭയമായിരുന്നില്ല, മറിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യന്റെ ഭയമായിരുന്നു. ഒരു നിമിഷം കേലിന്റെ കൈകൾ വിറച്ചു. ആ മടിയുടെ നിമിഷത്തിൽ മറ്റൊരു സാപ്പിയൻസ് പിന്നിലൂടെ വന്ന് കേലിന്റെ മുതുകിൽ ഒരു കല്ലുകൊണ്ട് ശക്തമായി ഇടിച്ചു. കേൽ വേദന കൊണ്ട് അലറി. പെട്ടെന്ന് സാപ്പിയൻസുകൾ ഒന്നിച്ചു ചേർന്ന് നിയാൻഡർതാലുകളെ ആക്രമിക്കാൻ തുടങ്ങി. അവർ കത്തുന്ന തീക്കൊള്ളികളെടുത്ത് നിയാൻഡർതാലുകൾക്ക് നേരെ വീശി. തീയെ ഭയപ്പെട്ടിരുന്ന നിയാൻഡർതാലുകൾ അല്പം പുറകോട്ടു മാറി. ഈ അവസരം മുതലെടുത്ത് സാപ്പിയൻസുകൾ അവരുടെ മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിച്ചു. ഒരു സാപ്പിയൻസിന്റെ എറിയു കുന്തം കേലിന്റെ കൂട്ടത്തിലെ ഒരുവന്റെ നെഞ്ചിൽ തറഞ്ഞു. അവൻ ചോര തുപ്പിക്കൊണ്ട് നിലം പതിച്ചു. തങ്ങളുടെ കൂട്ടുകാരൻ വീഴുന്നത് കണ്ട കേൽ അവനെ താങ്ങിയെടുത്ത് ബാക്കിയുള്ളവരോടൊപ്പം കാട്ടിലേക്ക് പിൻവാങ്ങി. ആദ്യത്തെ പോരാട്ടം അവിടെ അവസാനിച്ചു. എന്നാൽ അതൊരു വലിയ യുദ്ധത്തിന്റെ തുടക്കം മാത്രമായിരുന്നു. തന്റെ കൂട്ടുകാരന്റെ ജീവനറ്റ ശരീരവുമായി ഗുഹയിൽ തിരിച്ചെത്തിയ കേൽ ദുഃഖം കൊണ്ട് അലറിക്കരഞ്ഞു. ഗുഹയിലെ സ്ത്രീകളും കുട്ടികളും ആ മൃതദേഹത്തിന് ചുറ്റുമിരുന്ന് വിലാപം ആരംഭിച്ചു. അവർ അവന്റെ ശരീരത്തിൽ ചുവന്ന മണ്ണ് പൂശി അവൻ ഏറ്റവും പ്രിയപ്പെട്ട ആയുധങ്ങൾ അവനൊപ്പം വെച്ചു. കാട്ടുപൂക്കൾ കൊണ്ട് അവനെ മൂടി. മരണം അവർക്കൊരു വെറും അവസാനമായിരുന്നില്ല. ആ വേർപാട് അവരുടെ ഹൃദയത്തെ കീറിമുറിച്ചു. കേൽ ആ രാത്രി മുഴുവൻ തീയുടെ അരികിലിരുന്നു. അവന്റെ മുതുകിലെ മുറിവ് വേദനിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അതിനേക്കാൾ വലിയ വേദന അവന്റെ മനസ്സിലായിരുന്നു. ആ പുതിയ മനുഷ്യർ ചെറിയവരാണെങ്കിലും അവർ അപകടകാരികളാണ്. അവർക്ക് ദൂരത്തു നിന്നും കൊല്ലാൻ കഴിയും. അവർ ഒരുമിച്ച് പ്രവർത്തിക്കുന്നു. അവരെ നേരിടാൻ തന്റെ കരുത്തു മാത്രം പോരാ എന്ന് കേൽ തിരിച്ചറിഞ്ഞു. മറുവശത്ത് സാപ്പിയൻസുകളുടെ ക്യാമ്പിലും സ്ഥിതി സമാനമായിരുന്നു. തങ്ങളുടെ കൂട്ടത്തിലെ 3 പേരുടെ മൃതദേഹങ്ങൾ അടക്കം ചെയ്യുമ്പോൾ ഏരന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. ആ ഭീമന്മാരുടെ കരുത്ത് താൻ വിചാരിച്ചതിനേക്കാൾ ഭയാനകമാണ്. അവരുമായി നേർക്കുനേർ ഒരു പോരാട്ടം സാധ്യമല്ല. ബുദ്ധി കൊണ്ടും തന്ത്രങ്ങൾ കൊണ്ടും മാത്രമേ അവരെ തോൽപ്പിക്കാനാകൂ എന്ന് ഏരൻ മനസ്സിലാക്കി. അങ്ങനെ ആ ശീതകാല വനങ്ങളിൽ ഒരു നിശബ്ദ യുദ്ധം ആരംഭിച്ചു. ദിവസങ്ങൾ ആഴ്ചകൾക്കും ആഴ്ചകൾ മാസങ്ങൾക്കും വഴിമാറി. ആ കാടൊരു വലിയ കുരുതിക്കളമായി മാറി. ഇരുകൂട്ടരും പരസ്പരം വേട്ടയാടാൻ തുടങ്ങി. സാപ്പിയൻസുകൾ കാട്ടിലുടനീളം കെണികളൊരുക്കി. വലിയ കുഴികൾ തോണ്ടി അതിൽ കൂർത്ത മരക്കൊമ്പുകൾ നാട്ടിവെച്ചു. ഇലകൾ കൊണ്ട് അത് മൂടി. ഇതൊന്നും അറിയാതെ വേട്ടയ്ക്ക് പോയ നിയാൻഡർതാലുകളിൽ ചിലർ ആ കുഴികളിൽ വീണു മരിച്ചു. ഇതറിഞ്ഞ കേൽ കൂടുതൽ ജാഗരൂകനായി. അവൻ തന്റെ കൂട്ടരെ പുതിയ വഴികളിലൂടെ നയിച്ചു. സാപ്പിയൻസുകൾ ഒറ്റയ്ക്ക് വേട്ടയ്ക്ക് പോകുന്ന സമയങ്ങൾ നോക്കി നിയാൻഡർതാലുകൾ അവരെ പതിയിരുന്ന് ആക്രമിച്ചു. മരങ്ങളുടെ മുകളിൽ മറഞ്ഞിരുന്ന് സാപ്പിയൻസുകളുടെ മേൽ ചാടി വീണ് അവരെ കൊന്നൊടുക്കി. ഭയം ഇരുകൂട്ടരെയും വേട്ടയാടി. രാത്രികളിൽ ഒരു ചെറിയ ശബ്ദം കേട്ടാൽ പോലും അവർ ഉറക്കത്തിൽ നിന്നും ഞെട്ടിയുണർന്നു. തണുപ്പിനേക്കാൾ കൂടുതൽ അവർ പരസ്പരം ഭയപ്പെട്ടു. സാപ്പിയൻസുകൾ തങ്ങളുടെ ഭാഷ നിയന്ത്രിച്ച് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവർ രാത്രികളിൽ നിയാൻഡർതാലുകളുടെ ഗുഹയ്ക്ക് പുറത്തിരുന്ന് വിചിത്രമായ ശബ്ദങ്ങളുണ്ടാക്കി അവരെ ഭയപ്പെടുത്തി. അവർ തീയുണ്ടാക്കുന്ന വിദ്യ കൂടുതൽ പരിഷ്കരിച്ചു. തങ്ങളുടെ ഗുഹകൾക്ക് മുന്നിൽ വലിയ തീക്കുണ്ടങ്ങൾ കത്തിച്ചുവെച്ച് നിയാൻഡർതാലുകൾ വരുന്നത് തടഞ്ഞു. കാലം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നു. നിയാൻഡർതാലുകളുടെ എണ്ണം ക്രമാതീതമായി കുറയാൻ തുടങ്ങി. അതിന് കാരണം യുദ്ധം മാത്രമല്ലായിരുന്നു. കാലാവസ്ഥ കൂടുതൽ മോശമായി. കൊടും തണുപ്പ് കാട്ടിന്റെ രൂപത്തിൽ വീശിയടിച്ചു. കാട്ടിലെ മൃഗങ്ങൾ പലതും ചത്തൊടുങ്ങി, അല്ലെങ്കിൽ എങ്ങോട്ടോ യാത്രയായി. നിയാൻഡർതാലുകൾക്ക് വിശപ്പകറ്റാൻ ഒന്നുമില്ലാതായി. അവരുടെ ഗുഹകളിൽ കുട്ടികൾ വിശന്നു കരഞ്ഞു. മുലപ്പാൽ വറ്റിയ അമ്മമാർ നിസ്സഹായരായി കണ്ണുനീർ വാർത്തു. ശാരീരികമായി വലിയവരായതുകൊണ്ടുതന്നെ നിയാൻഡർതാലുകൾക്ക് അതിജീവിക്കാൻ കൂടുതൽ ഭക്ഷണം ആവശ്യമായിരുന്നു. എന്നാൽ സാപ്പിയൻസുകൾക്ക് കുറഞ്ഞ ഭക്ഷണം കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. മാത്രമല്ല, സാപ്പിയൻസുകൾ പുതിയ തരം ഭക്ഷണങ്ങൾ കണ്ടെത്താൻ തുടങ്ങി.
അവർ നദികളിൽ നിന്നും മത്സ്യങ്ങളെ പിടിച്ചു, ചെറിയ പക്ഷികളെ വേട്ടയാടി, ചില പ്രത്യേകതരം വേരുകളും പഴങ്ങളും ഭക്ഷിച്ചു. എന്നാൽ നിയാണ്ടർതാലുകൾക്ക് വലിയ മൃഗങ്ങളെ വേട്ടയാടി ശീലമായതിനാൽ ഈ ചെറിയ മാറ്റങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിഞ്ഞില്ല. പട്ടിണിയും തണുപ്പും രോഗങ്ങളും നിയാണ്ടർതാലുകളെ കാർന്നു തിന്നു. ഓരോ ദിവസവും അവർ ദുർബലരായിക്കൊണ്ടിരുന്നു. ഒരു കാലത്ത് ആ കാടിന്റെ രാജാക്കന്മാരായിരുന്ന അവർ ഇപ്പോൾ സ്വന്തം ജീവൻ നിലനിർത്താൻ പാടുപെടുകയായിരുന്നു. കേലിന്റെ കണ്ണുകളിലെ ആ പഴയ തിളക്കം മങ്ങി. അവന്റെ മാംസപേശികൾ മെലിഞ്ഞു. തന്റെ ജനതയുടെ ഈ ദുരവസ്ഥ കാണാൻ കഴിയാതെ അവൻ പലപ്പോഴും ഇരുട്ടിൽ പോയിരുന്ന് നിശബ്ദനായി കരഞ്ഞു. എങ്കിലും അവൻ തോറ്റുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല. തനിക്ക് അവസാന ശ്വാസമുള്ളിടത്തോളം കാലം തന്റെ ജനതയെ സംരക്ഷിക്കുമെന്ന് അവൻ പ്രതിജ്ഞയെടുത്തു. അവസാനത്തെ ആ പോരാട്ടത്തിന്റെ ദിനം വന്നെത്തി. ആകാശം കറുത്തിരുണ്ടിരുന്നു. വായുവിൽ മരവിപ്പിക്കുന്ന തണുപ്പ് നിറഞ്ഞു നിന്നു. ഒരു വലിയ ഹിമക്കാറ്റ് വരാനിരിക്കുന്നതിന്റെ സൂചനകൾ പ്രകൃതി നൽകിക്കൊണ്ടിരുന്നു. കെയിലും അവശേഷിക്കുന്ന 4-5 നിയാണ്ടർതാലുകളും ഒരു വലിയ മാമത്തിനെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. അവരുടെ അവസാനത്തെ പ്രതീക്ഷയായിരുന്നു അത്. ദിവസങ്ങളോളമായി അവർ പട്ടിണിയിലാണ്. പെട്ടെന്ന് കാറ്റിന്റെ അലർച്ചയ്ക്കൊപ്പം അവരൊരു വലിയ ചിഹ്നം വിളി കേട്ടു. ഒരു മാമത്ത്. അവരുടെ കണ്ണുകളിൽ പ്രത്യാശയുടെ വെളിച്ചം മിന്നി. അവരാ ശബ്ദം കേട്ട ഭാഗത്തേക്കൂടി. ഒരു വലിയ മഞ്ഞുമൂടിയ സമതലത്തിൽ ഒരു പ്രായം ചെന്ന മാമത്ത് നിൽപ്പുണ്ടായിരുന്നു. കെയിൽ തന്റെ കുന്തം മുറുകെ പിടിച്ചു. അവൻ തന്റെ കൂട്ടർക്ക് നിർദ്ദേശം നൽകാൻ തുനിഞ്ഞപ്പോൾ അവരത് കണ്ടു. മാമത്തിനു ചുറ്റും സാപ്പിയൻസുകൾ. ഏരന്റെ നേതൃത്വത്തിൽ ഒരു വലിയ സംഘം സാപ്പിയൻസുകൾ ആ മാമത്തിനെ വേട്ടയാടാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. ഇത് കണ്ട കെയിലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടു. ആ മാമത്ത് തങ്ങളുടെ ഭക്ഷണമാണ്, തങ്ങളുടെ അവസാനത്തെ പിടിവള്ളിയാണ്. വിശപ്പും നിരാശയും ദേഷ്യവും അവനെ ഒരു ഭ്രാന്തനെ പോലെയാക്കി. അവനൊരു വലിയ അലർച്ചയോടെ സാപ്പിയൻസുകൾക്ക് നേരെ പാഞ്ഞെടുത്തു. കൂടെ അവന്റെ കൂട്ടുകാരും. അതൊരു ഭയാനകമായ യുദ്ധമായിരുന്നു. മഞ്ഞുമൂടിയ ആ സമതലം രക്തക്കളമായി മാറി. ഒരു വശത്ത് അതിജീവനത്തിനായി പൊരുതുന്ന അവസാനത്തെ നിയാണ്ടർതാലുകൾ, മറുവശത്ത് പുതിയ ലോകത്തിന്റെ അവകാശികളാകാൻ തയ്യാറെടുക്കുന്ന സാപ്പിയൻസുകൾ. ഹിമക്കാറ്റ് വീശിയടിക്കാൻ തുടങ്ങി. കാഴ്ചകൾ മങ്ങിക്കൊണ്ടിരുന്നു. കാറ്റിന്റെ ഇരമ്പലുകൾക്കിടയിലും ആയുധങ്ങൾ കൂട്ടിമുട്ടുന്ന ശബ്ദവും മനുഷ്യരുടെ നിലവിളികളും കേൾക്കാമായിരുന്നു. കെയിൽ ഒരു സിംഹത്തെ പോലെ പൊരുതി. അവന്റെ മുന്നിൽ വന്ന സാപ്പിയൻസുകളെയെല്ലാം അവൻ വലിച്ചെറിഞ്ഞു. അവന്റെ ദേഹത്ത് പലയിടത്തും കുന്തം തറച്ചുകയറി രക്തമൊഴുകുന്നുണ്ടായിരുന്നു. എന്നാൽ അവനത് വകവെച്ചില്ല. അവന്റെ ലക്ഷ്യം ആ മാമത്തും തങ്ങളുടെ ജനതയുടെ അതിജീവനവും മാത്രമായിരുന്നു. പെട്ടെന്ന് ഒരു വലിയ കല്ല് കെയിലിന്റെ കാലിൽ വന്നിടിച്ചു. അവൻ വേച്ചുപോയി. ആ തക്കത്തിൽ 2 സാപ്പിയൻസുകൾ അവന്റെ പുറത്തേക്ക് ചാടിക്കയറി അവനെ താഴെയിടാൻ ശ്രമിച്ചു. കെയിൽ തന്റെ സർവ്വശക്തിയുമെടുത്ത് അവരെ കുടഞ്ഞെറിഞ്ഞു. എന്നാൽ അവൻ തിരിഞ്ഞതും അവന്റെ നെഞ്ചിലേക്കൊരു കുന്തം പാഞ്ഞു കയറി. അവൻ സ്തംഭിച്ചു നിന്നുപോയി. അവന്റെ മുന്നിൽ ഏരൻ നിൽപ്പുണ്ടായിരുന്നു. ഏരന്റെ കണ്ണുകളിൽ ദേഷ്യമായിരുന്നില്ല, മറിച്ച് ഒരുതരം സഹതാപമായിരുന്നു. കെയിൽ പതുക്കെ താഴേക്ക് ഊർന്നു വീണു. തണുത്ത മഞ്ഞിലേക്ക് അവന്റെ ചുടുരക്തം ഒഴുകിയിറങ്ങി. ആ കാഴ്ച കണ്ട് ബാക്കിയുള്ള നിയാണ്ടർതാലുകൾ ഭയന്നുപോയി. തങ്ങളുടെ അജേയനായ നേതാവ് വീണത് അവരുടെ അവസാനത്തെ ധൈര്യവും ചോർത്തിക്കളഞ്ഞു. അവർ ചിതറിയോടി. കാടിന്റെ ഇരുട്ടിലേക്ക് അവർ മറഞ്ഞു. ഹിമക്കാറ്റ് കൂടുതൽ ശക്തമായി. ഏരൻ കെയിലിന്റെ അരികിലേക്ക് ചെന്നു. ആ ഭീമാകാരനായ മനുഷ്യൻ അവസാന ശ്വാസത്തിനായി പിടയുകയായിരുന്നു. കെയിലിന്റെ കണ്ണുകൾ ആകാശത്തേക്ക് തുറന്നുവച്ചിരുന്നു. അവന്റെ മനസ്സിലൂടെ എന്തായിരിക്കും കടന്നുപോയിട്ടുണ്ടാവുക? താൻ സ്നേഹിച്ച ഗുഹ, തീയുടെ ചൂട്, തന്റെ കൂട്ടുകാരുടെ ചിരി, താൻ വേട്ടയാടിയ മൃഗങ്ങൾ എല്ലാം ഒരു ഓർമ്മയായി മാറുകയാണ്. തന്റെ വംശം ഈ ഭൂമിയിൽ നിന്നും മാഞ്ഞുപോവുകയാണെന്ന സത്യം അവൻ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകുമോ? ഏരൻ കെയിലിന്റെ കയ്യിൽ നിന്നും ആ വലിയ കുന്തം പതുക്കെ വാങ്ങിവെച്ചു. അവൻ ആ മരിക്കുന്ന മുഖത്തേക്ക് നോക്കി. ഭാഷകൾക്കതീതമായ ഏതോ ഒരു ബന്ധം അവർക്കിടയിൽ ആ നിമിഷം ജനിച്ചു. 2 പേരും ഈ ഭൂമിയുടെ മക്കളാണ്. 2 പേരും ജീവിക്കാൻ വേണ്ടി പോരാടുന്നവരാണ്. എന്നാൽ പ്രകൃതിയുടെ നിയമം അതിക്രൂരമാണ്. അതിജീവിക്കാൻ കൂടുതൽ യോഗ്യതയുള്ളവർ മാത്രം ബാക്കിയാകും. കെയിലിന്റെ കണ്ണുകളിലെ വെളിച്ചം പതുക്കെ അണഞ്ഞുപോയി. അവന്റെ വലിയ ശരീരം മഞ്ഞിൽ ഉറച്ചു തുടങ്ങി. അതൊരു യുഗത്തിന്റെ അവസാനമായിരുന്നു. നിയാണ്ടർതാലുകൾ എന്ന ആ മഹാന്മാരായ മനുഷ്യവർഗത്തിന്റെ അവസാനത്തെ പോരാളികളിലൊരാൾ അവിടെ വീണുപോയി. പിന്നീടുള്ള കാലം ചരിത്രമാണ്. കാട്ടിലേക്ക് ഓടിമറഞ്ഞ ആ അവസാനത്തെ നിയാണ്ടർതാലുകൾക്ക് എന്ത് സംഭവിച്ചു എന്ന് കൃത്യമായി ആർക്കും അറിയില്ല. ഒരുപക്ഷെ അവർ ആ കൊടും തണുപ്പിൽ പട്ടിണി കിടന്ന് മരിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ പുതിയ രോഗങ്ങൾ അവരെ കാർന്നു തിന്നിട്ടുണ്ടാകാം. സാപ്പിയൻസുകൾ യൂറോപ്പ് മുഴുവൻ വ്യാപിച്ചു. അവർ ഗുഹകളിൽ മനോഹരമായ ചിത്രങ്ങൾ വരച്ചു, സംഗീതോപകരണങ്ങളുണ്ടാക്കി, കാർഷിക വൃത്തിയിലേക്ക് തിരിഞ്ഞു, വലിയ നഗരങ്ങൾ പണിതു. ഇന്നത്തെ നമ്മളായി അവർ മാറി. ആയിരക്കണക്കിന് വർഷങ്ങൾ കടന്നുപോയി. ആ പഴയ ലോകം മഞ്ഞുമലകൾക്കടിയിൽ മൂടപ്പെട്ടു. നിയാണ്ടർതാലുകൾ വെറുമൊരു കെട്ടുകഥയായി, പിന്നീട് ഓർമ്മകൾ പോലുമില്ലാത്ത വെറും അസ്ഥിക്കൂടങ്ങളായി മാറി. എന്നാൽ അവർ പൂർണ്ണമായും ഇല്ലാതായിരുന്നോ? ഇവിടെയാണ് ചരിത്രം നമുക്കായി കാത്തുവെച്ച ഏറ്റവും വലിയ രഹസ്യം കിടക്കുന്നത്. ആദിമകാലത്ത് പോരാട്ടങ്ങൾക്കിടയിലും ചില സാപ്പിയൻസുകളും നിയാണ്ടർതാലുകളും പരസ്പരം ഇണചേർന്നിരുന്നു. അവരുടെ രക്തം പരസ്പരം കലർന്നിരുന്നു. അതെ,
നിങ്ങളും ഞാനും ഉൾപ്പെടുന്ന ഇന്നത്തെ ആധുനിക മനുഷ്യരുടെ DNA പരിശോധിച്ചാൽ അതിൽ 2% നിയാണ്ടർത്താൽ ജീനുകൾ കാണാൻ കഴിയും. അവർ പൂർണ്ണമായും മരിച്ചിട്ടില്ല. അവർ നമ്മുടെ ഉള്ളിൽ, നമ്മുടെ രക്തത്തിൽ, നമ്മുടെ കോശങ്ങളിൽ ഇന്നും ജീവിക്കുന്നുണ്ട്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയിൽ, നമ്മുടെ മുടിയുടെ ഘടനയിൽ, ചിലപ്പോൾ നമ്മുടെ ഉള്ളിലെ ആദിമമായ ദേഷ്യത്തിലോ സ്നേഹത്തിലോ ഒക്കെ ആ പഴയ ഭീമന്മാരുടെ അദൃശ്യമായ സാന്നിധ്യമുണ്ട്. മഞ്ഞുമൂടിയ ആ കാട്ടിലെ ചോരപ്പുഴകൾ ഇന്നില്ല. ഏരനും കെയിലും പൊരുതിയ ആ ഭൂമി ഇന്നു വലിയ നഗരങ്ങളായി മാറിയിരിക്കുന്നു. എന്നാൽ ശാന്തമായ രാത്രികളിൽ കാറ്റ് വീശുമ്പോഴുള്ള ആ ഇരമ്പലിൽ ഇന്നും ആ പഴയ മനുഷ്യരുടെ നിലവിളികൾ കേൾക്കാമായിരുന്നു. അവർ വെറും മൃഗങ്ങളായിരുന്നില്ല. അവർ ഈ ഭൂമിയെ സ്നേഹിച്ചിരുന്നു. അവർ ഈ ഭൂമിയിൽ ജീവിക്കാൻ അർഹതയുള്ളവരായിരുന്നു. നാം ഹോമോസാപ്പിയൻസുകൾ വിജയികളായിരിക്കാം, എന്നാൽ ആ വിജയത്തിന് നാം നൽകിയ വില മറ്റൊരു മനുഷ്യവർഗത്തിൻ്റെ പൂർണ്ണമായ ഉന്മൂലനമായിരുന്നു. ഇത് ചരിത്രത്തിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ എത്ര വലിയവരാണെന്ന് അഹങ്കരിച്ചാലും പ്രകൃതിയുടെ മുന്നിൽ നാം നിസ്സാരന്മാരാണ്. ഒരുപക്ഷെ നാളെ മറ്റൊരു രൂപത്തിൽ നമ്മളെക്കാൾ ബുദ്ധിയുള്ള മറ്റൊരു വർഗം വന്നാൽ നമ്മുടെ ഗതിയും ഇതുതന്നെയാകുമോ എന്ന ചോദ്യം ബാക്കിയാകുന്നു. ഈ നീണ്ട കഥയിലൂടെ നമ്മൾ സഞ്ചരിച്ചത് വെറുമൊരു ചരിത്ര സംഭവത്തിലൂടെ മാത്രമല്ല, മറിച്ച് മനുഷ്യന്റെ അതിജീവനത്തിന്റെ ഏറ്റവും ക്രൂരവും എന്നാൽ സത്യസന്ധവുമായ ഒരു മുഖത്തിലൂടെയാണ്. കെയിലിൻ്റെയും ഏരൻ്റെയും കഥ നമ്മൾ ഓരോരുത്തരുടെയും ഉള്ളിലെ ചോരയുടെ കഥയാണ്. നിങ്ങൾ ഇനി ആകാശത്തേക്ക് നോക്കുമ്പോഴോ തണുത്ത കാറ്റ് മുഖത്ത് വീശുമ്പോഴോ ഓർക്കുക, നിങ്ങളിൽ ജീവിക്കുന്നത് ഒരു വിജയിയുടെയും ഒരു പരാജയത്തിൻ്റെയും രക്തമാണ്. ആ പൗരാണിക വനങ്ങളിലെ മരങ്ങൾ ഇന്നും ആ കഥകൾ അറിയാം. മണ്ണിലലിഞ്ഞുപോയ ആ അസ്ഥികൾ ഇന്നും ആ രഹസ്യങ്ങൾ പേറുന്നുണ്ട്. കാലമെത്ര കഴിഞ്ഞാലും ഈ ഭൂമി ആ പഴയ മനുഷ്യരുടെ കാലടികൾ മറക്കില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും ഗുഡ് ബൈ.